അതെ കേട്ടു. അമേരിക്കയില് ചില പ്രോഗ്രാമിന് പോയതാണ്. അപ്പൊ അമേരിക്കയിലെ നമ്മുടെ ആൾക്കാരല്ലയോ, നമ്മളെ സൽക്കാരം ആ രീതിയിലായിരുന്നല്ലോ. ഇതാണല്ലോ അവിടെ അമേരിക്ക ആദ്യത്തെ പോക്കിന് കണ്ടില്ല എന്ന് തന്നെ പറയാം. ആദ്യത്തെ പോക്കിന് കണ്ടിട്ടില്ല. ആദ്യത്തെ പോയി അടിച്ച് ഹോസ്പിറ്റലിലായിപ്പോയി. അപ്പൊ തിരിച്ച് എയർപോർട്ടിൽ അവിടെ ഇങ്ങനെയാണ് കുഴപ്പമെന്ന് ആളിനെ കയറ്റി വിടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോനെയും കൂട്ടി അവിടെ എയർപോർട്ട് മൃതദേഹം വാങ്ങിക്കാൻ വന്നിരിക്കുകയായിരുന്നു. പ്രശ്നമായി. ചേട്ടാ അതിനുശേഷം ചേട്ടന് പിന്നെ ബോധം തിരിച്ചു വന്നു. പിന്നെ ഇപ്പൊ സുബോധത്തിൽ ഇപ്പോ ആ മാതിരിയുള്ള പരിപാടിക്കേ ഇല്ല. നല്ല കാര്യം ചേട്ടാ. കൊച്ചു പ്രേമ ചേട്ടൻ എന്തോ പ്രണയ നൈരാശ്യമോ അല്ലെങ്കിൽ ജീവിതത്തിൽ ഗിരി ചേച്ചി അല്ലായിരുന്നു പ്രതീക്ഷിച്ചെന്നോ എന്തോ മനസ്സിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ചേട്ടൻ ഇവിടെ തുറന്നു പറയാൻ നേരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ. എന്തോ ഒളിച്ചോടി പോയ എന്തോ ഒളിച്ചോടി പോയാൽ ഈ പ്രേമമായിട്ട് ബന്ധമുള്ള എന്ന് വെച്ചാൽ ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊരു അന്നത്തെ ആ പ്രായത്തിലൊക്കെ വെച്ച് ഒരു കുട്ടിയായിട്ട് ഒരു അടുപ്പമൊക്കെ കാണിച്ചു. അപ്പോൾ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ സ്കൂളിൽ എൻ്റെ അച്ഛനും അവിടുത്തെ അധ്യാപകനും പ്രധാന അധ്യാപകനും ഒക്കെയാണ്. പ്രേമത്തിൻ്റെ ഭാഗമായി കൊടുക്കുന്ന ഒരു കത്ത് ഞാൻ പല ദിവസങ്ങളിലും കൊടുത്ത ഒരു കത്ത് പിടിക്കപ്പെട്ടു. അന്ന് ചേട്ടൻ ഇത്രയും മുടി ഉണ്ടായിരുന്നു, നല്ല മുടിത്താല് നിറച്ച് മുടിയൊക്കെ ആയിരുന്നു അന്ന് കൊച്ചുകാലത്തല്ലേ. അന്നും ഇങ്ങനെ കഷണ്ടി തന്നെയായിരുന്നു, മുടിയില്ലായിരുന്നു. പറഞ്ഞേട്ടാ ഞാൻ ജനിച്ചത് തന്നെ ഈ കർച്ചീഫോടുകൂടി ജനിച്ചെന്ന് അല്ല, അന്ന് മുടിയൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ശിക്ഷ എന്ന് പറഞ്ഞാൽ 12 അടിയും ഒരു ദിവസം ക്ലാസ്സിന് പുറത്ത് നിർത്തുക. ശരി, അതൊക്കെ മറക്കാനാവാ. രഘുചേട്ടനും പാട്ടുകാരന്റെ കൂട്ടത്തിൽ ചേട്ടനെ വിശേഷിപ്പിക്കാൻ